നമസ്കാരം, എല്ലാവർക്കും കോപ്പറേറ്റീവ് കോമ്പറ്റേറ്റീവ് എക്സാം ടോക്കിലേക്ക് സ്വാഗതം. ഇപ്പം എക്സാം ഇങ്ങനെ അടുത്തു വന്നു. ഇനി നിങ്ങൾ കൃത്യമായിട്ട് ടൈം ടേബിളോട് കൂടി തന്നെ പഠനം നിങ്ങൾ കണ്ടിന്യൂ ചെയ്തു പോകണം കേട്ടോ. സമയം നമുക്ക് വളരെ കുറവാണ്, അപ്പം അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, അക്കൗണ്ടൻസി ആണ്. അക്കൗണ്ടൻസിയിലെ ആ ചോദിച്ച മുഴുവൻ ക്വസ്റ്റ്യനും, ആ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള മുഴുവൻ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൽ ഉണ്ടായിരിക്കും, അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഡാഷ് ഈസ് ക്രിയേറ്റഡ് ഫോർ ദ റീപ്ലേസ്മെന്റ് ഓഫ് ഫിക്സഡ് അസറ്റ് ഓർ റീപ്ലേസ്മെന്റ് ഓഫ് ലോങ് ടേം ലയബിലിറ്റി. കേട്ടോ, ഡാഷ് ഈസ് ക്രിയേറ്റഡ് ഫോർ ദ റീപ്ലേസ്മെന്റ് ആണ് ഓഫ് ഫിക്സഡ് അസറ്റ് ഓർ റീപേയ്മെന്റ് ഓഫ് ലോങ് ടേം ലയബിലിറ്റി. ഓപ്ഷൻ എ ക്യാപിറ്റൽ റിസർവ്, ഓപ്ഷൻ ബി റിസർവ് ക്യാപിറ്റൽ, ഓപ്ഷൻ സി സിങ്കിങ് ഫണ്ട്, ഓപ്ഷൻ ഡി കോമൺ ഗുഡ് ഫണ്ട്. ആൻസർ ഏതാ വരുന്നത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഏതായിരിക്കും? Dash is created for the replacement of fixed asset or replacement of long term liability. ഏതാണ്? സിങ്കിങ് ഫണ്ട് ആണ് കേട്ടോ. സിങ്കിങ് ഫണ്ട് ആണ് ആൻസർ. ഏതാണ്? സിങ്കിങ് ഫണ്ട് ആണ് കേട്ടോ. സിങ്കിങ് ഫണ്ട് ആണ് ആൻസർ. ഏതാണ്? സിങ്കിങ് ഫണ്ട് ആണ് കേട്ടോ. സിങ്കിങ് ഫണ്ട് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. എന്താണ്? സിങ്കിങ് ഫണ്ട് ആണ് കേട്ടോ. സിങ്കിങ് ഫണ്ട് ആണ്. ഓക്കെ, സിങ്കിങ് ഫണ്ട് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് finally adjusted in dash account. Interest on drawing finally adjusted in dash account. Interest on drawings finally adjusted in dash account. Interest on drawing finally adjusted in dash account. Interest, capital, trading, bank. Option A interest, option B capital, option C trading, option D bank. ഏത് അക്കൗണ്ടിലേക്കാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഫൈനലി അഡ്ജസ്റ്റ് ചെയ്യുന്നത്? ഏത് അക്കൗണ്ടിലേക്കാണ്? ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് കേട്ടോ. ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാന്നുള്ള കാര്യം ഓർത്തു വെക്കൂ. ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാന്നുള്ള കാര്യം ഓർത്തു വെക്കൂ. ഓക്കെ, ഓപ്ഷൻ കൃത്യമായിട്ട് നോക്കി വേണം ആൻസർ എഴുതാൻ കേട്ടോ. ശ്രദ്ധിക്കണേ, ഓപ്ഷൻ ബി ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് ആൻസർ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ക്ലെയിംസ് അഗൈൻസ്റ്റ് ദ അസറ്റ് ഓഫ് എ ബിസിനസ് ഫേം ഈസ് കോൾഡ്. ക്ലെയിംസ് അഗൈൻസ്റ്റ് ദ അസറ്റ് ഓഫ് എ ബിസിനസ് ഫേം ഈസ് കോൾഡ്. എന്താണ്? ഓണേഴ്സ് ഇക്വിറ്റി, ഔട്ട്സൈഡേഴ്സ് ഇക്വിറ്റി, ടോട്ടൽ ഇക്വിറ്റി, ക്യാപിറ്റൽ. ഇത്രയാണ് ഓപ്ഷൻ തന്നിരിക്കുന്നത്. ആൻസർ ഏതാ വരുന്നത്? ടോട്ടൽ ഇക്വിറ്റി ആണ് കേട്ടോ. ടോട്ടൽ ഇക്വിറ്റി ആണ് ആൻസർ. ഏതാണ്? ടോട്ടൽ ഇക്വിറ്റി ആണ് ആൻസർ. ഫോർ ദ ക്വസ്റ്റ്യൻ, സെയിൽ ഓഫ് സ്ക്രാപ്പ് ഓൺ ക്രെഡിറ്റ് ഈസ് റെക്കോർഡഡ് ഇൻ. സെയിൽ ഓഫ് സ്ക്രാപ്പ് ഓൺ ക്രെഡിറ്റ് ഈസ് റെക്കോർഡഡ് ഇൻ. ഓപ്ഷൻ എ സെയിൽസ് ബുക്ക്, ഓപ്ഷൻ ബി പർച്ചേസ് ബുക്ക്, ഓപ്ഷൻ സി ക്യാഷ് ബുക്ക്, ഓപ്ഷൻ ഡി ജനറൽ പ്രോപ്പർ. എവിടെയാണ്? Sale of scrap on credit is recorded in journal proper. മറന്നു പോകല്ല, journal proper കേട്ടോ. journal proper ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. All nominal accounts totals are transferred to trading or profit and loss account by passing dash entry. All nominal accounts totals are transferred to trading or profit and loss account by passing dash entry. ഓപ്ഷൻ എ ക്ലോസിംഗ് എൻട്രി, ഓപ്ഷൻ ബി ഓപ്പണിംഗ് എൻട്രി, ഓപ്ഷൻ സി ട്രാൻസ്ഫറിംഗ്, ഓപ്ഷൻ ഡി അഡ്ജസ്റ്റിംഗ്. ആൻസർ ഏതാണ്? നോമിനൽ അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് വരുമോ? റിയല്, പേഴ്സണൽ അവിടെ അല്ലേ വരൂ? ഓക്കെ, നമുക്ക് അപ്പം തന്നെ മനസ്സിലാക്കാൻ സാധിക്കണം കേട്ടോ. പഠിച്ച കാര്യങ്ങളാണ്, എല്ലാം പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ക്ലോസിംഗ് ആണ് കേട്ടോ. ഓപ്ഷൻ എ ക്ലോസിംഗ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് വൈറ്റ് വാഷിംഗ് എക്സ്പെൻസ് ഡെബിറ്റഡ് ഇൻ ബിൽഡിംഗ് അക്കൗണ്ട് ഈസ് ആൻ എറർ ഓഫ് ഡാഷ്. ഏത് തരത്തിലുള്ള എററാണ്? ഓപ്ഷൻ സി പ്രിൻസിപ്പൾ ആണ് കേട്ടോ. പ്രിൻസിപ്പൾ ആണ്. അൺകോൾഡ് പോർഷൻ ഓഫ് ക്യാപിറ്റൽ ഈസ് ഓൾസോ നോൺ as. അൺകോൾഡ് പോർഷൻ ഓഫ് ക്യാപിറ്റൽ ഈസ് ഓൾസോ നോൺ as. ഓപ്ഷൻ എ ഓതറൈസ്ഡ് ക്യാപിറ്റൽ, ഓപ്ഷൻ ബി പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, ഓപ്ഷൻ സി കോൾസ് ഇൻ അരിയേഴ്സ്, ഓപ്ഷൻ ഡി റിസർവ് ക്യാപിറ്റൽ. അൺകോൾഡ് പോർഷൻ എന്തായിരിക്കും അത്? അൺകോൾഡ് പോർഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അൺകോൾഡ് പോർഷൻ? റിസർവ് ക്യാപിറ്റൽ ആണ് കേട്ടോ. റിസർവ് ക്യാപിറ്റൽ ആണ്, മറന്നു പോകല്ലേ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, റിസർവ് ഫണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ഫിനാൻസിംഗ് ബാങ്ക് ഈസ് എ. റിസർവ് ഫണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ഫിനാൻഷ്യൽ ബാങ്ക് ഈസ് എ. എന്താണ്? എന്തായിരിക്കും? ലയബിലിറ്റി, അസറ്റ്, എക്സ്പെൻസ്, ക്യാപിറ്റൽ. ആൻസർ അസറ്റ് ആണ് കേട്ടോ. എന്താണ്? അസറ്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് കോൾഡ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് കോൾഡ്. ഓപ്ഷൻ എ ക്യാഷ് ഇൻ ഹാൻഡ്, ഓപ്ഷൻ ബി ക്യാഷ് അറ്റ് ബാങ്ക്, ഓപ്ഷൻ സി പ്രോഫിറ്റ് ഓർ ലോസ്, ഓപ്ഷൻ ഡി സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. ആൻസർ ഏതാണ്?
ഓപ്ഷൻ ഡി സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. In a cooperative society, receipt and disbursement account is prepared with the help of receipt and disbursement is prepared with the help of option A subsidiary day book, option B day book, option C general ledger, option D special ledger. ഏതാ ആൻസർ വരുന്നത്? ടോട്ടൽ ലെഡ്ജർ അല്ലെങ്കിൽ ജനറൽ ലെഡ്ജർ കേട്ടോ. ഇവിടെ ജനറൽ ലെഡ്ജർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ജനറൽ ലെഡ്ജർ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ബെസ്റ്റ് മെത്തേഡ് ഓഫ് ഡിപ്രിസിയേഷൻ applicable to wasting asset is dash method. Which method of depreciation applicable to wasting asset is dash method? Option A insurance policy, option B annuity, option C output, option D revaluation. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ഔട്ട്പുട്ട് ആണ് കേട്ടോ. ഓപ്ഷൻ സി ഔട്ട്പുട്ട് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വെൻ പ്രൊപ്പറേറ്റർ യൂസ്ഡ് ഗുഡ് ഫോർ ഹിസ് പേഴ്സണൽ യൂസ് ദ അക്കൗണ്ട് ടു ബി ഡെബിറ്റഡ് ഈസ് ഓപ്ഷൻ എ ഡ്രോയിങ്സ്, ഓപ്ഷൻ ബി ക്യാപിറ്റൽ, ഓപ്ഷൻ സി സെയിൽസ്, ഓപ്ഷൻ ഡി ക്യാഷ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ഡ്രോയിങ്സ് ആണ് കേട്ടോ. ഓപ്ഷൻ എ ഡ്രോയിങ്സ് ആണ് കേട്ടോ. ഓപ്ഷൻ എ ഡ്രോയിങ്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ ക്രെഡിറ്റ് ബാലൻസ് ഓഫ് പേഴ്സണൽ അക്കൗണ്ട് ഇൻഡിക്കേറ്റ്. ദ ക്രെഡിറ്റ് ബാലൻസ് ഓഫ് പേഴ്സണൽ അക്കൗണ്ട് ഇൻഡിക്കേറ്റ്. ദ ക്രെഡിറ്റ് ബാലൻസ് ഓഫ് പേഴ്സണൽ അക്കൗണ്ട് ഇൻഡിക്കേറ്റ്സ്. The credit balance of personal account indicate. The credit balance of personal account indicate. എന്താണ്? ഓപ്ഷൻ എ amount receivable, ഓപ്ഷൻ ബി amount payable, ഓപ്ഷൻ സി അസറ്റ്, ഓപ്ഷൻ ഡി എക്സ്പെൻസ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി amount payable ആണ് കേട്ടോ. amount payable ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ഷോയിങ് ഇൻ ദ ബാലൻസ് ഷീറ്റ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ഷോയിങ് ഇൻ ദ ബാലൻസ് ഷീറ്റ്? ഏതാണ്? ഓപ്ഷൻ എ കറന്റ് ലയബിലിറ്റി, ഓപ്ഷൻ ബി ഫിക്സഡ് ലയബിലിറ്റി, ഓപ്ഷൻ സി കണ്ടിജന്റ് ലയബിലിറ്റി, ഓപ്ഷൻ ഡി ലോങ് ടേം ലയബിലിറ്റി. ആൻസർ ഏതാണ്? കണ്ടിജന്റ് ലയബിലിറ്റി ആണ് കേട്ടോ. ഓപ്ഷൻ സി കണ്ടിജന്റ് ലയബിലിറ്റി ആണ്. If stock is undervalued, the effect will be option A profit will be overstated, option B price of share will be increased, option C secret reserve will be created, option D general reserve will be created. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി സീക്രട്ട് റിസർവ് വിൽ ബി ക്രിയേറ്റഡ് കേട്ടോ. സീക്രട്ട് റിസർവ് വിൽ ബി ക്രിയേറ്റഡ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. മറന്നു പോകല്ല, പഠിച്ചു വെക്കണം. അടുത്ത ദിവസം നോക്കിയേ. നോട്ടിംഗ് ചാർജ് ഇസ് നോട്ട് ആൻ എക്സ്പെൻസ് ടു ഡാഷ് ഡ്രോയർ, ഡ്രോയി, ആക്സെപ്റ്റർ, ഡെബ്റ്റർ. ആൻസർ ഏതാണ്? നോട്ടിംഗ് ചാർജ് ഇസ് നോട്ട് എക്സ്പെൻസ് ടു ഡ്രോയർ ആണ് കേട്ടോ. ടു ഡ്രോയർ ആണ് കേട്ടോ. മറന്നു പോകല്ല, പഠിച്ചു വെക്കണം. Details of sales, expense, etc. prepared by consignee and sent to the consignor periodically is known as. Details of sales, expense, etc. prepared by consignee and sent to the consignor periodically is known as account sale. കേട്ടോ. ഓപ്ഷൻ എ ഇൻവോയ്സ്, ഓപ്ഷൻ ബി പ്രോ ഫോമ ഇൻവോയ്സ്, ഓപ്ഷൻ സി സെയിൽസ് അക്കൗണ്ട്. ആൻസർ ഏതാണ്? അക്കൗണ്ട് സെയിൽസ് ആണ് കേട്ടോ. മറന്നു പോകല്ലേ, അക്കൗണ്ട് സെയിൽസ് ആണ് കേട്ടോ. ഓക്കെ, if stock is undervalued, the effect will be. The stock is undervalued, the effect will be option A profit will be overstated, option B price of share will be increased, option C secret reserve will be increased, option D general reserve will be created. Answer ഏതാണ്? ഓപ്ഷൻ സി secret reserve will be created ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നോട്ടിംഗ് ചാർജ് is not an expense to. നോട്ടിംഗ് ചാർജ് is not an expense to. Okay, option A drawer, option B drawee, option C acceptor, option D debtor. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ഡ്രോയർ ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഡീറ്റെയിൽസ് ഓഫ് സെയിൽസ്, എക്സ്പെൻസ്, എക്സെട്ര prepared by consignee and sent to the consignor periodically is known as option A invoice, option B pro forma invoice, option C sales account, option D account sales. ആൻസർ ഏതാണ്? അക്കൗണ്ട് സെയിൽസ് ആണ് കേട്ടോ. ഓപ്ഷൻ ഡി അക്കൗണ്ട് സെയിൽസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഫ്ലോട്ടിംഗ് അസറ്റ് ആർ ഓൾസോ നോൺ as. ഫ്ലോട്ടിംഗ് അസറ്റ് ആർ ഓൾസോ നോൺ as. ഓപ്ഷൻ എ ഫിറ്റീഷ്യസ്, ഓപ്ഷൻ ബി ഫിക്സഡ്, ഓപ്ഷൻ സി സർക്കുലേറ്റിംഗ്, ഓപ്ഷൻ ഡി ഇൻടാഞ്ചിബിൾ. ഫ്ലോട്ടിംഗ് അസറ്റ് ഈസ് ഓൾസോ നോൺ as
സർക്കുലേറ്റിംഗ്. എന്താണ്? സർക്കുലേറ്റിംഗ് അസറ്റ് കേട്ടോ. സർക്കുലേറ്റിംഗ് അസറ്റ് ആണ് ആൻസർ വരുന്നത് കേട്ടോ. മറന്നു പോകല്ലേ, ഓർത്ത് നോക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ പർച്ചേസ് ബുക്ക് ഓൾ ഡാഷ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ആർ റെക്കോർഡഡ്. ഇൻ പർച്ചേസ് ബുക്ക് ഓൾ ഡാഷ് പർച്ചേസസ് ഓഫ് ഗുഡ്സ് ആർ റെക്കോർഡഡ്. ഓപ്ഷൻ എ ഡയറക്റ്റ്, ഓപ്ഷൻ ബി ഇൻഡയറക്റ്റ്, ഓപ്ഷൻ സി ക്രെഡിറ്റ്, ഓപ്ഷൻ ഡി ക്യാഷ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ക്രെഡിറ്റ് ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പീരീഡ് കോസ്റ്റ് ആർ ഡാഷ് കോസ്റ്റ്. പീരീഡ് കോസ്റ്റ് ആർ ഡാഷ് കോസ്റ്റ് കേട്ടോ. പീരീഡ് കോസ്റ്റ് ആർ ഡാഷ് കോസ്റ്റ്. ഓപ്ഷൻ എ വേരിയബിൾ, ഓപ്ഷൻ ബി ഫിക്സഡ്, ഓപ്ഷൻ സി പ്രൈം, ഓപ്ഷൻ ഡി ഓവർ ഹെഡ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ഫിക്സഡ് ആണ് കേട്ടോ. പീരീഡ് കോസ്റ്റ് ആർ ഫിക്സഡ് കോസ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ് ഈസ് ആസ് പെർ സ്റ്റാൻഡേർഡ്സ് തന്നിരിക്കുന്നത്. ആൻസർ ഏതാ വരുന്നത്? ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ് ഏതാണ്? IAS 4 ആണ് കേട്ടോ. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഏതാണ്? 4 ആണ് കേട്ടോ. 4 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. പ്രോഫിറ്റ് ഏൺഡ് at the time of reissue of forfeited share will be transferred to dash account. The profit earned at the time of reissue of forfeited share will be transferred to dash account. Option A share capital, option B profit and loss, option C capital reserve, option D reserve capital. Answer ഏതാണ്? ഓപ്ഷൻ സി റിസർവ് ക്യാപിറ്റൽ റിസർവ് കേട്ടോ. ഓപ്ഷൻ സി റിസർവ്. എന്ത് റിസർവ് ആണ്? ക്യാപിറ്റൽ റിസർവ് ആണ് കേട്ടോ. റിസർവ് ക്യാപിറ്റൽ അല്ല, ക്യാപിറ്റൽ റിസർവ് ആണ് കേട്ടോ. ക്യാപിറ്റൽ റിസർവ് ആണ്. ഓപ്ഷൻ സി ക്യാപിറ്റൽ റിസർവ് ആണ് ആൻസർ. മറന്നു പോകല്ലേ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. വർക്ക് ഇൻ പ്രോഗ്രസ് ഈസ് ജനറലി വാല്യൂഡ് അറ്റ്. വർക്ക് ഇൻ പ്രോഗ്രസ് ഈസ് ജനറലി വാല്യൂഡ് അറ്റ്. ഓപ്ഷൻ എ മാർക്കറ്റ് പ്രൈസ്, ഓപ്ഷൻ ബി കോസ്റ്റ് പ്രൈസ്, ഓപ്ഷൻ സി സെല്ലിംഗ് പ്രൈസ്, ഓപ്ഷൻ സി കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ്, വിച്ച് എവർ ഈസ് ലെസ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി കോസ്റ്റ് പ്രൈസ് ആണ് കേട്ടോ. കോസ്റ്റ് പ്രൈസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് പ്രിപ്പയർഡ് ഇൻ ദ ട്രയൽ ബാലൻസ് ടേക്കൺ ഓൺലി. ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് പ്രിപ്പയർഡ് ഇൻ ദ ട്രയൽ ബാലൻസ് ടേക്കൺ ഓൺലി ഇൻ ഓപ്ഷൻ എ ട്രേഡിംഗ് അക്കൗണ്ട്, ഓപ്ഷൻ ബി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഓപ്ഷൻ സി അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്, ഓപ്ഷൻ ഡി ലയബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. ആൻസർ ഏതാണ്? ലയബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ് ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ലയബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ് ആണ്. മറന്നുപോകല്ല, പഠിച്ചു വെക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. If bad debts once written off, subsequently recorded, it will be shown. If bad debts once written off, subsequently recovered. Subsequently recovered will be shown. Option A debit side of the profit and loss account. Option B credit side of the P&L account. Option C sundry debtors account. Option D separately in balance sheet. Separately in balance sheet. Answer. If bad debts once written off, subsequently recovered, it will be shown credit side of the P&L account. Credit side of the profit and loss account. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. അക്കൗണ്ടൻസിയുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് പഠിക്കുക, മനസ്സിലാക്കുക, നല്ല രീതിയിൽ ഓരോ സബ്ജക്റ്റും കൃത്യമായിട്ട് പഠിച്ചു പോവുക. ഓക്കെ, താങ്ക് യു.